നമുക്കേ ലിപ്സ്റ്റിക്ക് മേടിക്കാൻ ആഗ്രഹിക്കുന്നവർക്കും, മേടിച്ച് കഴിഞ്ഞാൽ കാശ് പോവോ, ഇത് ഉപയോഗപ്രദമാവില്ലേ എന്നൊക്കെ വിചാരിക്കുന്നവർക്ക് വേണ്ടിയിട്ടുള്ള നമ്മൾ മേടിച്ച് കഴിഞ്ഞാൽ ഉറപ്പായിട്ടും നമ്മളിത് യൂസ് ചെയ്യണം കുറച്ച് ഷെയ്ഡുകളാട്ടോ കാണുന്നത്. അപ്പോൾ ലിപ്സ്റ്റിക്കുകൾ കാണിച്ചു തരാം. ഇതിന്റെ ഷെയ്ഡുകൾ നമ്മുടെ സ്കിൻ ടോൺ അനുസരിച്ച് ചിലപ്പോൾ മാറും ട്ടോ. ആദ്യത്തെ വന്നിട്ട് കിരോന്റെ നട്ട്മെഗ് നൂഡ് എന്ന് പറഞ്ഞിട്ടുള്ള ഒരു ഷെയ്ഡാ. ഇത് വന്നിട്ട് ഒരു അത്യാവശ്യം എല്ലാ സ്കിൻ ടോണും ചേരുന്ന ഒരു ഷെയ്ഡാട്ടോ. ഇത് വന്നിട്ട് ഒരു ബ്രൗൺ ഷെയ്ഡാണ്. അതുപോലെ തന്നെ ഇത് ഇടുമ്പോൾ ഒരു ചെറിയൊരു ഗ്ലോസി പോലെ ഉണ്ടെങ്കിലും കുറച്ച് കഴിയുമ്പോൾ ഇത് അടിപൊളിയായിട്ട് നമ്മുടെ ലിപ്സിൽ സെറ്റ് ആവും. നല്ലൊരു ന്യൂഡ് ഷെയ്ഡാണ്. അതുപോലെ തന്നെ നമ്മുടെ നമ്മുടെ ഫേസിന് നല്ല ഭംഗി തരുന്ന ഒരു ഷെയ്ഡാട്ടോ. കണ്ടില്ലേ? ഇത് സ്മച്ച് പ്രൂഫ് ആണ്, വാട്ടർ പ്രൂഫ് ആണ്, കുറെ നേരമൊക്കെ ലാസ്റ്റ് ചെയ്യും ട്ടോ. അടുത്ത എന്റെ ഫേവറേറ്റ് ആണ് ലാക്മിയുടെ ചോക്ലേറ്റ് ടെംപ്ടേഷൻ എന്ന് പറഞ്ഞിട്ട്. ഇത് അത്യാവശ്യം എല്ലാ സ്കിൻ ടോണിനും ചേരുന്നതാണ്. ഇതൊരു കൊറിയൻ ബ്ലററി ഇഫക്റ്റ് തരുന്ന ഒരു ലിപ് ഷെയ്ഡാണ്. കുറച്ച് കഴിയുമ്പോൾ സെറ്റ് ആവും ട്ടോ. അത് കണ്ടില്ലേ? ഇതും സ്മജ് പ്രൂഫ് ആണ്, വാട്ടർ പ്രൂഫ് ആണ്, കുറെ നേരം നിൽക്കും ട്ടോ. അടുത്തതും ഇതുപോലെ തന്നെയാണ്. നമുക്ക് കുറെ നേരം ലാസ്റ്റ് ചെയ്യണതും അതുപോലെ തന്നെ നമുക്കൊരു ലോങ് വെയർ ഒക്കെ ചെയ്യാൻ പറ്റുന്നതാണ്. ഇത് വന്നിട്ട് മെബിലിന്റെ ആണ് മെയ്ഡ് ഈസി എന്ന് പറഞ്ഞിട്ടുള്ള ഷെയ്ഡാട്ടോ. ഇതും ഭയങ്കര ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള ഷെയ്ഡാ. എല്ലാ സ്കിൻ ടോണിനും ചേരുന്നതാണ്. ഇനി ബാക്കിയുള്ളതൊക്കെ നമുക്ക് പാർട്ട് 2 കാണാം. ഇത് ഉണങ്ങി കഴിഞ്ഞാൽ നല്ല ഭംഗിയായിരിക്കും കാണാൻ ട്ടോ. അപ്പൊ നമുക്ക് പാർട്ട് 2 കാണാം. ബൈ.